സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആർജവമുണ്ടെങ്കിൽ നാട്ടല്ലുണ്ടെങ്കിൽ ഈ രാജു പി നായർ നെഹ്റുവിനെയും ഇന്ദിരയെയും പ്രണബ് കുമാർ മുഖർജിയെയും നിങ്ങളുടെ ഇവിടത്തെ ആ സതീശനെയും നാട്ടല്ലുണ്ടെങ്കിൽ വിളിക്കണോ തീവ്രവാദികളെന്ന്? അവർക്ക് ആ നിലപാടുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ പരിപാടികളിലും സംവിധാനങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കുമായിരുന്നോ? RSS എന്ന് പറയപ്പെടുന്ന സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ചൂക്കും ചുണ്ണാമ്പും അറിയാത്ത ഇതേപോലത്തെ കുറെ കുടിച്ചു പട്ടികൾ കുരച്ചാൽ അമ്പിളിയമ്മാമന്റെ പ്രഭ പോകില്ല എന്ന്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, തലതിരിഞ്ഞൊരു നിയമനിർമ്മാണത്തിനാണോ മോദി സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്? ഓഹോ, ഇതാണ്. അതെ, എന്താ കുഴപ്പം? ബഹുമാനായ ശ്രീ അരുൺകുമാർ, എങ്ങനെയാണ് അങ്ങേക്ക് അതൊരു തലതിരിഞ്ഞ ഒരു നിയമമാണെന്ന് തോന്നാനുണ്ടായ കാരണം? അങ്ങ് പറഞ്ഞ ഇൻട്രോ പൂർണ്ണമായി ഞാൻ കേട്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ. ആ ഇൻട്രോയിൽ പറഞ്ഞ പോലെയുള്ള ആ പാസാക്കലിൻ്റെ ബന്ധവുമായി ബന്ധപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണത്തിലാണോ, അതോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ശൈലിയോട് അങ്ങ് വിയോജിപ്പിക്കുന്നുണ്ടോ? ഒന്ന് വ്യക്തമാക്കാമോ? എന്തടിസ്ഥാനത്തിലാണ് തലതിരിഞ്ഞ നിയമം എന്നങ്ങ് പറയാൻ കാരണം? അതെപ്പോ ആരൊക്കെ ഉണ്ട് ആണോ എന്നെ കണ്ടില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ലോക്സഭയിലെ കാലാവധിയും സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയും ഒന്നായിരിക്കണമെന്ന് എങ്ങനെയാണ് അങ്ങ് പറയുക? ഉദാഹരണത്തിന് 12 സംസ്ഥാനങ്ങളുടെ കാലാവധി 2028 കഴിയും. 2028 ഈ 12 സംസ്ഥാന നിയമസഭകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതായത് 2029 മുതൽ ഈ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ 1 വർഷം കാലയളവ് മാത്രമേ ആ 12 സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവൂ. അത് സാധ്യമാണോ? അത് തലതിരിഞ്ഞതല്ലേ അങ്ങനെ ഒരു നിയമനിർമ്മാണം? അല്ല, അതിനെ എങ്ങനെയാണ് ശ്രീ അരുൺകുമാർ തലതിരിഞ്ഞതാണെന്ന് പറയാം? നെഞ്ചിൽ കൈ വെച്ച് അങ്ങേക്ക് പറയാൻ പറ്റുമോ ഈ ഒരു തീരുമാനം തലതിരിഞ്ഞതാണെന്ന്? ഒരിക്കലല്ല. അങ്ങിപ്പോൾ ചോദിച്ച ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഒരു വിഷയത്തെ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ നിർത്തിക്കൊണ്ട് ഒരു പുതിയൊരു ശൈലിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വരുന്നൊരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ശൈലിയിലേക്ക് മാറുമ്പോൾ 1956 മുതലുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ആളൊന്നുക്ക് 46 പൈസ മാത്രം ചെലവിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് 46 പൈസ മാത്രം ചെലവായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് 46 രൂപയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭരണകൂടം വരുന്ന സമയത്ത് പണ്ട് അനുവർത്തിച്ചു പോകുന്നതിൽ നിന്ന് രാജ്യത്തിന് ഗുണകരമായ ഒരു തീരുമാനം, ഒരു നയമാറ്റം ഉണ്ടാകുമ്പോൾ അതിൽ ടെക്നിക്കാലിറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഡീറെയിൽ ചെയ്യുന്ന സമയത്ത് ബാബു, നമ്മളുടെ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും കൂട്ടുകക്ഷി ഭരണമാണ്. അവിശ്വാസ പ്രമേയം വന്നാൽ എന്ത് ചെയ്യും? കാലാവധി പൂർത്തിയാക്കും മുമ്പ് പിരിഞ്ഞു പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ, ഒരു ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചും ഒരു ബൈലോ ഉണ്ടാക്കുമ്പോൾ കാര്യമാണെങ്കിലും ആ ഒരു വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉണ്ടാകാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൽ വരാൻ പോകുന്ന നെഗറ്റീവായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവിൻ കമ്മിറ്റിയിൽ തന്നെ റെക്കമെൻഡേഷൻ ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സായാൽ 3 വർഷം ബാക്കിയുണ്ടെങ്കിൽ ആ 3 വർഷം എന്നുള്ളത് മാത്രമായിരിക്കും പുതിയ സർക്കാരിന്റെ കാലാവധി എന്നാണ്. അങ്ങനൊരു നിയമനിർമ്മാണം സാധ്യമല്ലെന്നാണ് ഞാൻ നിയമവിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കിയത്. പ്രാദേശിക വിഷയങ്ങൾ അനുസരിച്ചാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ദേശീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയിലും ലോക്സഭയിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പ്രാദേശികമായ വിഷയങ്ങളിൽ ഊന്നിയാവണം. അതല്ലേ നമ്മളുടെ ജനാധിപത്യത്തിന്റെ അന്തസത്ത? അതാത് കാലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് എന്താ തരക്കേട്? അതിന് 2, 3, അല്ലെങ്കിൽ 10, 20 രൂപ ഒരു വ്യക്തിക്ക് കൂടുതൽ മുടക്കേണ്ടി വരുമെങ്കിൽ ജനാധിപത്യം അതല്ലേ? അപ്പോഴല്ലേ സക്രിയമാവുക? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മോദിയുടെ ചിത്രം കാണിച്ച് പഞ്ചായത്തിലെ വാർഡിലെ മെമ്പറെ തെരഞ്ഞെടുക്കേണ്ടി വരും. അതെ, നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അത് അങ്ങ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടിയിട്ട് സംസാരം ഒന്ന് നിർത്തി തരണേ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മെച്ചുവേർഡ് ഡെമോക്രസിയാണ് നമ്മുടെ നാട്ടിൽ. അത് അങ്ങും ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? 10-70 വർഷമായിട്ട് ഈ പ്രക്രിയകളുടെ ഒരു ഭാഗമായിട്ട് നടന്നു പോകുന്നതിന് സ്ഥലത്ത് കേന്ദ്രത്തിൽ ആര് വരണം, കേരളത്തിൽ മറ്റേ സംസ്ഥാനങ്ങളിൽ ആര് വരണം എന്ന് കൃത്യമായി തീരുമാനിച്ചിരുന്ന ഒരു ജനതയെ ഞാനും അങ്ങും നമ്മുടെ പ്രായം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ 19 സീറ്റുകളിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 2ാം തവണ കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ അടക്കമുള്ള സ്ഥലത്ത് BJP പരാജയപ്പെടുമ്പോൾ BJP കേന്ദ്രത്തിൽ വിജയിച്ചു വരുന്നതും അങ്ങ് കണ്ടിട്ടുണ്ട്. രാജ്യത്ത് പഞ്ചായത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം, നിയമസഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം, ലോകസഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന ഇത്യാദി കാര്യങ്ങളിൽ വളരെ പക്വമായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ജനാധിപത്യ വിശ്വാസികളാണെന്നേ അങ്ങ് തന്നെ പറയുന്ന ആ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത പ്രവൃത്തിയാണ് ബഹുമാനായ ശ്രീ അരുൺകുമാർ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങ് ജനങ്ങളെ വിശ്വസിക്കൂ, ജനങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അങ്ങ് ചോദ്യം ചെയ്യരുത്. ഈ ഒരു തീരുമാനം ഈ നാടിന്റെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന്റെ പ്രവണത രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കാൻ ഒരു പോളിസി പാരാലിസിസ്, ഒരു നയപരമായിട്ടുള്ള ഒരു ദുരവസ്ഥ ഒഴിവാക്കാൻ, നിശ്ചലാവസ്ഥ ഒഴിവാക്കാൻ, ഒപ്പം സാമ്പത്തികമായ ധൂർത്ത് ഒഴിവാക്കാൻ നമുക്ക് ഒരൊറ്റ രാജ്യം, ഒരൊറ്റ തിരഞ്ഞെടുപ്പിലേക്ക് പോകണം. അതിനെന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത്? നമ്മുടെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ? സംസ്ഥാനത്തെ വിഷയങ്ങളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കും, ദേശീയ തലത്തിലാണെങ്കിൽ ദേശീയ തലത്തിലെ വിഷയത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ട് ജനങ്ങൾ എന്ത് തീരുമാനിക്കുമെന്നത് കോൺഗ്രസ് കരുതേണ്ടതില്ല. കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത് ഏത് സാങ്കേതികത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് BJPയുടെ ചോദ്യം. ഉത്തരം പറ. 500 കോടി രൂപ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 4800 കോടി. അരുൺ, നമ്മുടെ ഇന്ത്യയുടെ ബജറ്റിന്റെ സൈസ് എത്രയാ? 48.21 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ബജറ്റിന്റെ സൈസ്. നിങ്ങൾ ഈ ലോകത്തോട് ഞങ്ങൾ ജനാധിപത്യത്തെ കഴുത്തിരിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടി? 4500 കോടി രൂപ ലാഭിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകം നിങ്ങളെ നോക്കി പുച്ഛിക്കില്ലേ? കേന്ദ്രം മുതൽ ഇങ്ങേയറ്റം വരെ ഒരൊറ്റ പ്രചരണം നടക്കണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിൽ മത്സരം നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയതയല്ല, മറിച്ച് അവിടെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ്, ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്, സർക്കാരിനെ വരുതിയിലാക്കുന്നതിന്റെ മറ്റു കാര്യങ്ങളുണ്ടാകും. ഈ ചർച്ച നടക്കരുത്. കാരണം ഇന്ത്യ ഹൃദയഭൂമിയിൽ ഇപ്പൊ തന്നെ അത് എങ്ങനെയാണെന്നുള്ളത് പൊളിഞ്ഞു കഴിഞ്ഞു. മാനിപ്പുലേറ്റഡ് മാൻഡേറ്റ് ആണ് ഈ സർക്കാരിനുള്ളത്, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. 1967 വരെ 90% തിരഞ്ഞെടുപ്പുകളും ഏകദേശം ഒരേ കാലയളവിലാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കേരളത്തിൻ്റെതായ, പഞ്ചാബിൻ്റെതായ, ആന്ധ്രാപ്രദേശിൻ്റെതായ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ 1967 വരെയും ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗങ്ങളിലും പൊതു തിരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാനത്തെ നിയമസഭകൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അന്നെങ്ങുമില്ലാത്ത വിഷയം ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മോദിയുടെ പ്രചരണായുധത്തെ ഭയന്നിട്ടാണ് എന്നാണ് BJPയുടെ പക്ഷം. മോദിയെ ഭയക്കുന്നത് ഇനി എന്തിനാ? ആരെ മോദിയെ ഭയക്കുന്നത്? സാധാരണ ജനം ഭയക്കുന്നില്ലല്ലോ, പിന്നെയാണോ കോൺഗ്രസ്? ഇത്തവണ 400-ലധികം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയല്ലേ? അവസാനം അവിടെ പോയിട്ട് തിങ്ങി നരങ്ങി ജയിച്ച് വന്ന വാരണാസിയിൽ പോലും ജയിക്കേണ്ടി വന്ന മോദിയെ ഞങ്ങളിനി പേടിക്കാനാ? ഇവർക്ക് പേടിയുടെ അങ്ങേയറ്റമല്ലേ? അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ, 5 കോടി വോട്ട് പോൾ ചെയ്യാത്ത വോട്ടുകൾ എണ്ണി. ശരിയായിട്ട് അടുപ്പിൽ നൂതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കരുത്. RSS-നെ പോലും സംഘടന, ഒന്നാമത്തെ കാര്യം, ഒരു IPS ഓഫീസർക്കോ IAS ഓഫീസർക്കോ അല്ലെങ്കിൽ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക്, പോട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയോ മറ്റുള്ളവരെയോ പോയി കാണണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുത്തു വേണം പോകാൻ. അതല്ലാതെ പോകാൻ കഴിയില്ല. സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ്, ആ തീവ്രവാദ സംഘടനയുടെ നേതാവിനെ തന്റെ ഒഫീഷ്യൽ കാർ ഹയാത്തിൽ കൊണ്ടുപോയിട്ട് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ പോയി അദ്ദേഹത്തെ മറ്റൊരു RSS നേതാവിനൊപ്പം പോയി കണ്ടു. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലം. മറ്റൊരു നേതാവിനെയും കണ്ടു. ആരോടോ പറഞ്ഞു? RSS എന്ന് പറയുന്ന രാഷ്ട്രീയ മതരാഷ്ട്രവാദം പറയുന്നവർ തീവ്രവാദ സംഘടനയാണ്. മതരാഷ്ട്രവാദം പറയുന്നത് തീവ്രവാദ സംഘടനകൾ മാത്രമേ മതരാഷ്ട്രവാദം പറയുള്ളൂ. നിങ്ങളുടെ അങ്ങയുടെ സംസ്കാരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അങ്ങയുടെ സംസ്കാരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. വിളിക്കുന്നത് നീ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. താങ്കൾക്ക് പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാനുള്ള വേദിയാണ് നീ ഇതിനെ കരുതണ്ട. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഉല്ലാസ് ബാബു വരാം. ഞാൻ അദ്ദേഹം ഒന്ന് പറഞ്ഞു നിൽക്കട്ടെ. താങ്കൾക്ക് പ്രതികരിക്കാനുള്ള സമയം ഞാൻ നൽകാം. താങ്കൾ അപ്പം പ്രതികരിച്ചോളൂ. താങ്കൾക്ക് ആ അഭിപ്രായത്തോട് വിയോജിക്കാം. താങ്കൾക്ക് അഭിപ്രായത്തോട് വിയോജിക്കാം.
ഓക്കെ താങ്കൾ തുടർന്നോളൂ രാജു പി നായർ. വിയോജിക്കല്ല, പറയാൻ പാടാത്ത അഭിപ്രായം പറയുമ്പോൾ അരുൺകുമാർ ഇടപെടലായിരുന്നു. അത് കോൺഗ്രസിന്റെ നിലപാടാണ്. കോൺഗ്രസ് കാലാകാലങ്ങളായി ഗാന്ധിവധം അടക്കമുള്ള കാര്യങ്ങളിൽ RSSനെ നിരോധിക്കുന്നത് മുതൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന പ്രഖ്യാപിതമായ നിലപാടാണ് ഉല്ലാസ്. എനിക്കെങ്ങനെ അത് നിഷേധിക്കാൻ പറ്റും? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് താങ്കൾ വിയോജിച്ചോളൂ. അത് താങ്കൾ വിയോജിച്ചോളൂ. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ഉല്ലാസ് ബാബു, അത് രാജു പി നായരുടെയും കോൺഗ്രസിന്റെയും നിലപാടാണ്. താങ്കൾ അതിനോട് വിയോജിച്ചോളൂ. രാജു പി നായർക്ക് തുടരാം. പുണ്യ സംഘടനയെ കുറിച്ച് വർത്തമാനം പറയാമെന്നോ? ശരി, അത് രാജു പി നായർ വിശദീകരിക്കട്ടെ. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ തീവ്രവാദ സംഘടനയെ വിശേഷിപ്പിച്ചത്? രാജു പി നായർ വിശേഷിപ്പിക്കട്ടെ. ഒരു നിമിഷം ഉല്ലാസ് ബാബു, രാജു പി നായർ തുടരാം. ഞാൻ പറഞ്ഞല്ലോ, മതരാഷ്ട്രവാദം ഉയർത്തുകയും ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പേര് തീവ്രവാദം എന്നാണെങ്കിൽ അത് IS ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകൾ നടത്തുമ്പോൾ മാത്രമല്ല, അത് RSS നടത്തുമ്പോഴും തീവ്രവാദം തന്നെയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടന, അതിന്റെ നേതാവ് ഈ രാജ്യത്ത് നിന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദവി നൽകേണ്ടതില്ല എന്ന് വാദിക്കുന്ന ഹൊസാബ്ലയെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം തന്നെ 2 നേതാക്കന്മാരെ കണ്ടതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കയ്യിൽ മേടിച്ചു വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 1.5 വർഷക്കാലം ഒരു നടപടിയും എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഞാൻ അവരെ നേരിട്ട് വിട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, സ്പ്രിംഗ്ലർ അഴിമതി അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം നടക്കുമ്പോ ശിവശങ്കർ CPIയുടെ ഓഫീസിൽ പോയി കണ്ടു ഇല്ലേ? സ്പ്രിംഗ്ലർ അഴിമതിയുടെ ആരോപണം നടക്കുമ്പോൾ IAS കാരനായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ CPIയുടെ ഓഫീസിൽ ചെന്ന് കണ്ടു. നമ്മൾ അന്ന് ചോദിച്ച ചോദ്യമല്ലേ, എന്തിനാ രാജു പി നായർക്കുള്ള മറുപടി നൽകാം. സ്വയം സേവക് എന്ന് പറയപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തെ, ഒരു സാംസ്കാരിക സംഘടനയെ തീവ്രവാദി സംഘടനയാണ് എന്ന് ഡോക്ടർ അരുൺകുമാറിന് തോന്നുന്നുണ്ടോ? അരുൺകുമാർ അതിനെ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരു ചെറിയ ചോദ്യം ഉണ്ടോ? എന്റെ മറുപടി ഈ ഘട്ടത്തിൽ ഈ ചർച്ചയിൽ അപ്രസക്തമാണെങ്കിലും RSS എന്ന സംഘടനയെ കുറിച്ച് എനിക്കറിയാവുന്ന വസ്തുത 3 തവണ നിഷേധിക്കപ്പെടുകയും 2 തവണ വർഗീയമായ വിഷയങ്ങളെ ചൊല്ലി രാജ്യത്ത് നിഷേധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അതിലൊന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയുടെ വധം, അതിനെ തുടർന്ന് ഇടക്കാലത്തേക്ക് പിൻവലിച്ചു. അതിനുശേഷം അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ കാരണങ്ങളാൽ നിരോധിക്കപ്പെട്ടു. 3 ബാബറി മസ്ജിദിന്റെ കാലത്തും നിരോധിക്കപ്പെട്ടു. 3 തവണ നിരോധിക്കപ്പെട്ടതിൽ 2 തവണയും രാജ്യത്തിന് ഗുണകരമല്ലാത്ത വിഷയങ്ങളിലാണ് RSS എന്ന സംഘടന നിരോധിക്കപ്പെട്ടത്. എങ്ങനെയുണ്ട്? RSS എന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക് സംഘായി, സാംസ്കാരിക പരിപാടിയായി നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സംഘടനയാണ്. പക്ഷേ വ്യത്യസ്ത നിലപാടുള്ളവരുണ്ട്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അതിന് മതരാഷ്ട്രവാദവുമായി ബന്ധമുണ്ട്. അങ്ങയോട് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. RSS എന്ന് പറയപ്പെടുന്ന സാംസ്കാരിക സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് അരുൺകുമാർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അരുൺകുമാറിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. ഞാൻ അങ്ങയുടെ ചോദ്യം ചോദിച്ചു, അത് ജനങ്ങളുടെ മുമ്പിൽ ഇരിക്കട്ടെ. 1963 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടി RSSനെ ക്ഷണിച്ച നെഹ്റുവിനെ രാജു പോയി വിളിക്കട്ടെ തീവ്രവാദി എന്ന്. 1977 ഇന്ദിരാഗാന്ധി അറ്റൻഡ് ചെയ്ത RSS പരിപാടിക്ക് പോയ ഇന്ദിരാഗാന്ധിയെ വിളിക്കട്ടെ രാജു തീവ്രവാദി എന്നും. സതീശൻ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള, RSS കാര്യാലയത്തിൽ പങ്കെടുത്തിട്ടുള്ള സതീശനെ വിളിക്കട്ടെ ഈ രാജു പോയി തീവ്രവാദി എന്ന്. പ്രണബ് കുമാർ മുഖർജി കോൺഗ്രസിന്റെ നേതാവാണ്. സംഘ സംവിധാനങ്ങളിലും സംഘപ്രവർത്തനങ്ങളിലും സംഘ പരിപാടികളിലും പങ്കെടുത്ത ആ പ്രണബ് കുമാർജിന് ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഈ രാജു പി നായർ നെഹ്റുവിനെയും ഇന്ദിരയെയും പ്രണബ് കുമാർ മുഖർജിയെയും ഇവിടത്തെ ആ സതീശനെയും നാട്ടലുണ്ടെങ്കിൽ വിളിക്കണോ തീവ്രവാദികളെന്ന്? അവർക്ക് ആ നിലപാടുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ പരിപാടികളിലും സംഘ സംവിധാനങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കുമായിരുന്നോ? RSS എന്ന് പറയപ്പെടുന്ന സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ചൂക്കും ചുണ്ണാമ്പും അറിയാത്ത ഇതേപോലത്തെ കുറെ കുടിച്ചി പട്ടികൾ കുരച്ചാൽ അമ്പിളിയമ്മാമന്റെ പ്രഭ പോകില്ല എന്ന് വളരെ മാന്യനായ
നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു പ്രതിനിധിയാണ്. അത്തരം പദപ്രയോഗങ്ങൾക്ക് നമുക്ക് സ്വീകാര്യമല്ല. അതല്ല, അത് താങ്കൾക്ക് വിയോജിക്കാനുള്ള അവസരം നൽകി. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. രാജു പീതാറിന്റെ അഭിപ്രായം പറയുന്നു. ആ ചർച്ചയുടെ വൈവിധ്യമാണല്ലോ. ഇത് ഒരൊറ്റ ചർച്ച, ഒരൊറ്റ വ്യക്തിയല്ലല്ലോ ഉല്ലാസ് ബാബു. ഇത് ഒരൊറ്റ വ്യക്തി, ഒരൊറ്റ ചർച്ചാ പരിപാടിയല്ലല്ലോ. വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത നിലപാട് പറയുന്ന ഒരു ചർച്ചാവേദിയാണ് ഉല്ലാസ് ബാബു. ഒരു നിമിഷം ഇല്ല, അല്ലല്ല, അൺപാർലമെന്ററിയായ പദപ്രയോഗങ്ങൾ നമ്മുടെ ചർച്ചയിൽ അനുവദനീയമല്ല. അഡ്വക്കേറ്റ് ഉല്ലാസ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് വളരെ വ്യക്തമായി തന്നെ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വരും ദിവസങ്ങളിലും നമുക്ക് എന്തായാലും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ കണക്കുകൾ തൽക്കാലം നിങ്ങൾക്കൊപ്പമില്ല ഉല്ലാസ് ബാബു. 3-2 ഭൂരിപക്ഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആകെയുള്ളത് ഈ 293 അംഗസംഖ്യ മാത്രമാണ്. 324 സീറ്റെങ്കിലും നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്ക് ലഭ്യമല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കത് സ്വപ്നം കാണാനേ കഴിയൂ. രാജ്യസഭയിലും നിങ്ങൾക്ക് 3-2 ഭൂരിപക്ഷമില്ല. അതാണ് വാസ്തവം. ഉല്ലാസ് ബാബു, ഇന്നത്തെ ദിവസം എഴുതി വെച്ചോ. BJP ആ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് വിജയിപ്പിച്ചു കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. ഒരു കോൺഗ്രസ് എതിർത്തിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ വിജയിച്ചു പോരും, സംസ്ഥാനങ്ങളിൽ അത് വിജയിച്ചു പോരും. നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാലോ, സമയമുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ. Yeah.